ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുവെങ്കിൽ ദേവസ്വം ബോർഡ് പിന്നെ എന്തിനാണ് എന്നാണ് കോടതി ചോദിച്ചത്. സാക്ഷിയേക്കേണ്ട തന്നെ പ്രതിയാക്കിയെന്ന് ഗോവർദ്ധനും കുറ്റം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചല്ല ചെമ്പുപാളിയെന്ന് എഴുതിയതെന്ന് എ പത്മകുമാറും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടി. പ്രതികളുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇന്നിപ്പോൾ കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. ദേവസ്വം ബോർഡിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ആരുമല്ല, പക്ഷേ അയാളാണ് സർവം എന്ന തരത്തിലേക്ക് മാറുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? ഉത്തരവാദിത്തമില്ലായ്മയാണ് ദേവസ്വം ബോർഡിന്റേത് എന്നതുൾപ്പെടെ എന്തൊക്കെയാണ് വിമർശനം? അനുജ, സിംഗിൾ ബെഞ്ച് SITക്കും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും എതിരെയുള്ള വിമർശനം തുടരുകയാണ്. ഇന്ന് മുരാരി ബാബുവിന്റെയും എ പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യ ഹർജിയിലാണ് വിശദമായ വാദം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേട്ടത്. ഗോവർദ്ധൻ വളരെ ക്ലിയറായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. താൻ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമല്ല, ശബരിമലയിലേക്ക് അങ്ങോട്ട് സ്വർണം കൊടുത്ത ആളാണ്. 1,40,00,000 രൂപയോളം ഇതുവരെ ശബരിമലയിൽ ചെലവാക്കിയിട്ടുണ്ട്. ഒരു സാക്ഷിയാക്കേണ്ട തന്നെയാണ് പ്രതിയാക്കിയിരിക്കുന്നത് എന്നായിരുന്നു ഗോവർദ്ധന്റെ വാദം. പത്മകുമാറിലേക്ക് എത്തുമ്പോൾ പത്മകുമാർ പറഞ്ഞ 52 ദിവസമായി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. പിത്തളപ്പാളി വെട്ടി ചെമ്പുപാളി എന്ന് എഴുതിയത് അത് ഏതെങ്കിലും തരത്തിൽ സ്വർണം കൊള്ള ചെയ്യാൻ വേണ്ടിയല്ല, അത് അപ്പോൾ സംഭവിച്ചു പോയതാണ്, അതൊരു കയ്യബദ്ധമായി കണക്കാക്കണം എന്നാണ് പത്മകുമാർ പറഞ്ഞത്. പക്ഷേ ഇവരുടെ 3 പേരുടെയും ജാമ്യ ഹർജിയിൽ കോമണായി ഉയർന്നു വന്ന പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്തു, അല്ലെങ്കിൽ ഇതെല്ലാത്തിനും വഴിവെച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ളതാണ് ജാമ്യ ഹർജിയിലെ സംക്ഷിപ്ത രൂപം. ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് കോടതി ചോദിക്കുന്നു. അയാൾക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല, പക്ഷേ എല്ലായിടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് സാധിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ ബോർഡ് എന്ന പേരിൽ ഇരിക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് SITക്കും അതിരൂക്ഷ വിമർശനമുണ്ട്. ചില അറസ്റ്റുകളടക്കം നടക്കുന്നതിൽ SITക്ക് വീഴ്ച സംഭവിക്കുന്നു എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെയും SITക്കെതിരെ ഇതേ കാരണം പറഞ്ഞ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഒരു വശത്ത് ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് SITയെ അംഗീകരിക്കുകയും അവരുടെ മുന്നോട്ടുള്ള പോക്ക് വളരെ കൃത്യമാണെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് മറുവശത്ത് ചില അറസ്റ്റുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഇതിനു മുൻപ് ഈ തരത്തിലേക്കുള്ള വിമർശനം ഈ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്. വിഷ്ണു, ഇതിലിപ്പോൾ ഗോവർദ്ധന്റെ ഭാഗത്തുനിന്ന് ചില വാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ ഇന്ന് കോടതിയിൽ കണ്ടു. പ്രത്യേകിച്ച് ഇതിനു മുൻപും ഒക്കെ പറഞ്ഞു കേട്ട നമ്മളൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രായശ്ചിത്തമായി താൻ നൽകിയിട്ടുണ്ട്, കൂടാതെ ഇതിനോടകം തന്നെ കോടിക്കണക്കിന് രൂപ ശബരിമലയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ താൻ സാക്ഷിയാകേണ്ടെന്ന താൻ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് തന്നെ എന്നൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ എ പത്മകുമാറിന്റെ വാദവും ഉണ്ടായിരുന്നല്ലോ, അത് മനഃപൂർവ്വം ഒരു കുറ്റം ചെയ്യുന്നതിന് വേണ്ടി അല്ല ചെമ്പുപാളി എന്ന് എഴുതിയത് എന്നതുൾപ്പെടെ. അപ്പോൾ ആ തരത്തിലേക്കുള്ള വാദമുഖങ്ങൾ എങ്ങനെയായിരുന്നു? അതിന്റെ കൂടി വിശദാംശങ്ങൾ. അനുജ, വിശദമായ വാദങ്ങൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ കോടതിയിൽ പറയുകയുണ്ടായി. ഗോവർദ്ധൻ പറഞ്ഞത് നിലവിൽ അവിടെയുള്ള കട്ടിളപ്പാളി അടക്കം അത് താൻ സംഭാവന ചെയ്തതാണ്. 35 ലക്ഷം രൂപ അതിന് ചെലവഴിച്ചിട്ടുണ്ട്. അത് കൂടാതെ നിരവധി വസ്തുക്കൾ ശബരിമലയിലേക്ക് കൈമാറിയിട്ടുണ്ട്. 1,40,00,000 രൂപയാണ് ശബരിമലയിലേക്ക് മാത്രം ഇത്തരത്തിൽ സ്വർണ്ണമായും പണമായും ഒക്കെ നൽകിയിട്ടുള്ളത്. ഇത് അത്തരത്തിലുള്ള താൻ എന്തിനാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കുന്നതെന്ന് ചോദിക്കുന്നു. 400 ഗ്രാമിലധികം സ്വർണം ശബരിമലയിലെ സ്വർണം ഈ പറയുന്ന ഗോവർദ്ധന്റെ പക്കലുണ്ട് എന്നാണ് SITയുടെ കണ്ടാൽ. അത് താൻ പണം കൊടുത്തു വാങ്ങിയ സ്വർണ്ണമാണ് എന്നാണ് ഗോവർദ്ധൻ വ്യക്തമാക്കുന്നത്. ആ പണം പക്ഷേ നൽകിയതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ താൻ പണം നൽകി എന്നുള്ളത് വസ്തുതയാണ്. അതിൽ സംഭവിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ തനിക്കറിയില്ല. കേവലം ഒരു സാക്ഷിയാക്കേണ്ട തന്നെയാണ് SIT പ്രതി ചേർത്തിരിക്കുന്നത്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ആ നിലപാടിലേക്ക് SIT കടക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, അങ്ങേറ്റം അംഗീകരിക്കാനാവാത്ത. അതുകൊണ്ട് ജാമ്യം അനുവദിക്കുമെന്നാണ് ഗോവർദ്ധൻ പറഞ്ഞത്. പത്മകുമാറിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും തനിക്ക് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പിത്തളപ്പാളി എന്ന് എഴുതിയെടുത്ത് അത് വെട്ടി ചെമ്പ് എന്ന് എഴുതിയത് അത് കേവലം സാങ്കേതികത്വമായ നടപടി മാത്രമാണ്. അതല്ലാതെ ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയിൽ താൻ പങ്കെടുത്തിട്ടില്ല. അന്വേഷണത്തോട് സഹകരിക്കാൻ താൻ തയ്യാറാണ്. അതുകൊണ്ട് 52 ദിവസം ജയിലിൽ കിടന്ന പശ്ചാത്തലത്തിൽ ജാമ്യം അനുവദിക്കണമെന്നാണ് പത്മകുമാർ പറഞ്ഞത്. പക്ഷേ രണ്ടുപേരുടെയും ജാമ്യാപേക്ഷയെ ഹൈക്കോടതിയിൽ SIT അതിരൂക്ഷ ഭാഷയിൽ എതിർത്തിട്ടുണ്ട്. രണ്ടുപേർക്കും കൃത്യമായി സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നാണ് SITയുടെ നിലപാട്. എന്തായാലും ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് 3 പേരുടെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. ആ വിധി പറയുന്ന ദിവസവും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഉത്തരവും നിർണായകമായിരിക്കും. അതാണ് ഇന്ന് തൽക്കാലം അതിൽ ഉത്തരവുണ്ടാകില്ല, പിന്നീടാകും അതിൽ വിധി പറയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.